മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ, ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും കൊണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഗോതമ്പ് പൊടി 1/2 കപ്പും കടലപ്പൊടി 1/2 കപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ഇളകി യോജിച്ചിട്ട് ഇങ്ങോട്ട് വരും. ആ സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 1/4 കപ്പ്, അതേപോലെ ഓയിൽ 1/4 കപ്പ്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇതൊക്കെ നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗവ് ഓണാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഈ കടലപ്പൊടിൻ്റെ ഗോതമ്പ് പൊടിൻ്റെയൊക്കെ ഇതിൽ നന്നായി ഒന്ന് യോജിക്കട്ടെ. അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ എണ്ണയിൽ ഇതൊന്ന് നന്നായി യോജിക്കട്ടെ. അത് റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നമുക്ക് ഈ മിഠായി ഇടാൻ പറ്റിയ ഒരു പാത്രം എടുക്കാം. ടിഫിൻ ബോക്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി പഞ്ചസാരയാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് 3 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പോണത്. ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് വേണം തീ വെക്കാനായിട്ടാ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായി മാറി വരും. ഒരു ബ്രൗൺ കളർ ആകും. അതുവരെ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർ മാറും. പിന്നെ ഇതിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞിങ്ങനെ വരും കേട്ടോ. മാവ് അപ്പോൾ ടൈറ്റായി മൂത്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ചൂടൊന്ന് ഇപ്പോഴും നമ്മൾ ആ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ, ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ട പണിയേ ഉള്ളൂ. പഞ്ചസാരയും ഈ മിഠായിൻ്റെ മിശ്രിതവും കൂടി നന്നായി ഒന്ന് യോജിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. ഗോതമ്പും കടലപ്പൊടിയൊക്കെ നന്നായി ചൂടായതിൻ്റെ ഈ പഞ്ചസാര പൊടിച്ചതിനും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും. അങ്ങനെ പഞ്ചസാര ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഒരു കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒരു 4-5 എണ്ണം കുത്തിയിട്ട് ചതച്ചിട്ട് വേണമെങ്കിൽ ഈ മിശ്രിതത്തിൻ്റെ ഒപ്പിടാം. ഞാനിപ്പോൾ ഈത്തപ്പഴം എടുത്തേക്കണം മേലെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ആ പാത്രത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാവിടെയും ഒന്ന് യോജിപ്പിച്ച് ഇതിലൊന്ന് അമർത്തിയിട്ട് ഇതേപോലെ ഒന്ന് ഓപ്പാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം. അതേപോലെ തന്നെ ബദാം വേണമെങ്കിലും പൊടിച്ചിട്ട് ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. പിന്നെ മേലെ ഇത്തിരി അലങ്കാരത്തിന് വേണ്ടിയിട്ട് ആ ബദാമിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഈത്തപ്പഴം വെച്ച് കൊടുക്കുകയാണ്. ഈത്തപ്പഴം വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതായി നുറുക്കിയ ഈത്തപ്പഴത്തിന് ഇതിൻ്റെ മേലോട്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായത്, എൻ്റെ എല്ലാ കൂട്ടുകാരും കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മുട്ടായി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങും, നമ്മൾ പോലും അറിയാതെ. അത്രക്ക് അടിപൊളിയാണ് ഈ മിഠായി. നമ്മുടെ മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അതേ ഒരു രുചിയും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കാനും മറക്കല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും, തീർച്ചയാണ് കേട്ടോ.